ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ഭാഗ്യമില്ലാത്ത ടീം തുർക്കി തന്നെയാണ്. 2 മത്സരങ്ങൾ 62 ഷോട്ടുകൾ. ഒരൊറ്റ ഗോൾ പോലും അവർക്ക് അടിക്കാൻ പറ്റിയില്ല. ഇന്നത്തെ മത്സരം അവർക്ക് അതിനിർണായകമായിരുന്നു. ജയിച്ചേ പറ്റുമായിരുന്നു റൗണ്ട് ഓഫ് 32ലേക്ക് കയറണമെങ്കിൽ. അല്ലെങ്കിൽ അത്രയും ടൈറ്റ് ആകും. 64-ാം സെക്കൻഡിൽ 1 മിനിറ്റും 4 സെക്കൻഡുമായപ്പോൾ പാരാഗ്വേ ഒരു ഗോൾ നേടിയതാണ്. പിന്നെ കളിച്ചത് ഫുള്ള് തുർക്കിയ. അതായത് 90 മിനിറ്റിൽ 85 മിനിറ്റും കളിച്ചത് തുർക്കിയ. അറ്റാക്ക് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഗോളാക്കാൻ അവർക്ക് പറ്റിയില്ല. എത്ര ചാൻസ് തുർക്കി മിസ്സാക്കിയത്. ബാറ് തട്ടുക, പോസ്റ്റ് തട്ടുക, കീപ്പർ അസാധ്യ സേവ് നടത്തുക, അവരുടെ പ്ലേയേഴ്സ് ഓപ്പൺ ചാൻസ് മിസ്സാക്കുക. മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഭാഗ്യമില്ലാത്ത ടീം അത് തുർക്കിയാണ് എന്നുള്ള കാര്യം. ഹാഫ് ടൈം ആവുന്നതിൻ്റെ തൊട്ട് മുൻപ് പാരാഗ്വേ താരത്തിന് റെഡ് കാർഡും കിട്ടി. അതായത് പിന്നെ സെക്കൻഡ് ഹാഫ് ഫുള്ള് 10 പേരുമായിട്ടാണ് പാരാഗ്വേ കളിച്ചത്. എന്നിട്ട് പോലും തുർക്കിക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല. തുർക്കി അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഗ്രൂപ്പിൽ ഒരു പോയിൻറ്റും ഇല്ലാത്ത 4-ാം സ്ഥാനത്താണ്. ഇനി റൗണ്ട് ഓഫ് 32 കയറണമെങ്കിൽ നിലവിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ USA പരാജയപ്പെടുത്തണം. പിന്നെ ഓസ്ട്രേലിയ പാരാഗ്വേ മത്സരത്തിൽ ഓസ്ട്രേലിയ പാരാഗ്വേനെ തോൽപ്പിക്കണം. ഇങ്ങനെ നടന്നാലേ തുർക്കിക്ക് റൗണ്ട് ഓഫ് 32ലേക്ക് കയറാൻ പറ്റൂ. നല്ല ചാൻസ് ആയിരുന്നു. എത്ര കളിച്ചത് ഫുള്ളും തുർക്കി, പക്ഷെ ഒറ്റൊന്നും പോലെ ഗോളാക്കാൻ പറ്റിയില്ല. ഫുട്ബോൾ ഫാൻസിന് ഭയങ്കര നിരാശ ആയിരിക്കും. കാരണം ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് അവരടിക്കണം എന്നുണ്ടായിരുന്നു. അത് ക്ഷീണമാക്കി.